അപ്പം നമ്മുടെ ഈ റോസസിനെ ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട് ശരിക്കും ഇച്ചിരി പണി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പിന്നിൽ. ഇവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും. ഓരോ മഞ്ഞ കളറിൽ ലീവ്സ് പോണതും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ സ്പോട്ട് വരുന്നതും പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ഈച്ചകൾ പോലെയുള്ള പ്രാണികൾ ഇവരെ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇവരുടെ പുതിയ ബഡുകളിലും ഇളം തളിരുകളുള്ള ഇലകളിലൊക്കെ ഈ കുട്ടി കുട്ടി പ്രാണികൾ നിറയെ ഇങ്ങനെ പൊത്തി വെച്ച പോലെ ഇരിക്കും. അപ്പോൾ ഇവരെ കടിച്ചോടിക്കണം ഇവിടുന്ന്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, പ്രത്യേകിച്ച് സമ്മറിലും സ്പ്രിങ്ങിലും. ആ സമയത്ത് നല്ല ചൂടും വെതറൊന്ന് വാമപ്പ് ആവുന്നൊരു സമയമാണല്ലോ. അപ്പം നിറയെ പ്രാണികളും ഒക്കെ വരും. അപ്പോൾ നമ്മൾ വിൻ്ററിലെ തന്നെ ഇവർക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് തുടങ്ങണം. ഇവരെ പ്രൂൺ ചെയ്ത് തുടങ്ങണം, ചെറുതായിട്ട് ട്രിം ചെയ്ത് ഇലകളൊക്കെ എടുത്ത് കളഞ്ഞ് മണ്ണിൻ്റെ അടിയിൽ കുറച്ച് പെസ്റ്റിസൈഡ്സ് ഒക്കെ, ഒരു പെർട്ടിക്കുലർ പെസ്റ്റിസൈഡൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് നിറയെ വളം ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരു കുട്ടി ബേബീസിനെ പോലെയാണ് ശരിക്കും നമ്മളിവരെ നോക്കിയെടുക്കുന്നത്. എന്നാലും വരും അവിടെ ഇവിടെയൊക്കെ കുറേ പ്രാണികൾ. പക്ഷെ അതൊക്കെ നമ്മുടെ ഈ നേച്ചറിൻ്റെ പാട്ടാണല്ലോ. അപ്പം അങ്ങനെ ആ ഒരു സൈക്കിൾ അത് പോവും. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ നമ്മളിവരെ കാണുമ്പോൾ മനസ്സിൽ മുഴുവൻ ഒരു വല്ലാത്തൊരു കുളിർമയാണ്. ഈവൻ നമ്മുടെ ലിവിങ് റൂമിൻ്റെ അകത്തിരുന്നിട്ട് ഇവിടേക്ക് നോക്കുമ്പം അങ്ങനെ ഇരിക്കാൻ പറ്റും നമുക്ക്. അവേഴ്സ് ആൻഡ് അവേഴ്സ് അങ്ങനെ ഇരുന്ന് ഇവരിങ്ങനെ നോക്കാൻ പറ്റും. ഇവരുടെ ചുറ്റിലുള്ള ബട്ടർഫ്ലൈസും ബീസും കുട്ടി കുട്ടി ബേർഡ്സ് ഇവിടെ വന്നിരിക്കുന്നതും അതൊക്കെ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ശരിക്കും ലൈഫിലെ സ്ലോ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഓരോ കുട്ടി കുട്ടി മൊമെൻറ്റ്സ് ആണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.